ഇതാണ് സൗറുമല. നോക്കൂ, ആ സൗറുമലയാണ് ആ കാണുന്നത്. ഓക്കെ, സൗറുമല എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്. ആളുകൾ ഇങ്ങനെ കയറി പോണോ, ആളുകൾ ഇങ്ങനെ ഉറുമ്പരിക്കും പോലെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? ആളുകൾ ഇങ്ങനെ ഒരു ഉറുമ്പ് പോലെ നമ്മൾ ഇപ്പോൾ തോന്നുക, പക്ഷെ ആളുകൾ ഇങ്ങനെ കയറുന്നുണ്ട് അങ്ങോട്ട്. ആ മലമുകളിലേക്കാണ് 1400 വർഷങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയത്. നബിയുടെ കൂടെ അന്ന് കയറാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് പോകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുത്തെ 53ാമത്തെ വയസ്സിലാണ് ഹിജ്റ നടക്കുന്നത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ പലായനം. മക്ക വിട്ട് മദീനയിലേക്കുള്ള പലായനത്തിൻ്റെ പേരാണെന്ത്? ഹിജ്റത്തു റസൂൽ. അവിടുന്ന് മക്കയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെ അള്ളാഹിൻ്റെ റസൂലിന് മദീന കാണിച്ചു കൊടുക്കുകയാണ്. നാടും വീടും വിട്ടു പോകാൻ നബിക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടാവും. നമുക്കാർക്കെങ്കിലും സ്വന്തം രാജ്യം വിട്ടു പോകാൻ ആഗ്രഹം ഉണ്ടാവുമോ? നമ്മളിപ്പോൾ നമ്മളെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള കാരണം എന്താ? നമ്മൾ പിറന്ന നാടാണ്, അല്ലേ? പിറന്ന നാട് ഒരാൾക്ക് നമ്മൾ തീരെ എഴുതി കൊടുക്കൂല. അള്ളാഹിൻ്റെ റസൂലും പിറന്ന നാടാണ് മക്ക. മാത്രമല്ല അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഅബാലയം. പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണേത്? മക്ക. എന്തുകൊണ്ട്? കഅബാലയം ഇവിടെയാണ്. അങ്ങനെയുള്ള ഈ പരിശുദ്ധമായ നാട് വിട്ട് നബി പോകേണ്ടി വന്നത് എന്താണ്? അത്രമാത്രം ദുരിതവും പ്രയാസവും കഷ്ടപ്പാടും അള്ളാഹിൻ്റെ റസൂൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമായ അള്ളാഹു തആല ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ്, ഒരു വേറൊരു നാടിനെ പച്ചപ്പിലേക്ക് എത്തിക്കാൻ. ആ നാട് ആകെ ഹറാബായി കിടക്കുകയാണ്. എന്താണ്? അവിടെ മുസ്ലിമീങ്ങളില്ല, ഇസ്ലാമില്ല. അപ്പോൾ ഇസ്ലാം ഇല്ലാത്ത നാട്ടിലേക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമുണ്ട്. അതാണ് ഇസ്ലാമിക പ്രബോധനം. ആ പ്രബോധനത്തിന് വേണ്ടി പോയതാണ് അള്ളാഹുവിൻ്റെ റസൂൽ. അതല്ലാതെ ഒളിച്ചോട്ടമല്ല, ആരും പേടിച്ചു പോയതൊന്നുമല്ല. പോയിന് അവിടുത്തെ യാത്ര ക്രമപ്പെടുത്തുകയാണെങ്കിൽ അത് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. അതായത് വടക്ക് ഭാഗത്താണ് മദീന ഉള്ളത്, സൗറുമലയുള്ള തെക്ക് വശത്താണ്. ഈ തെക്ക് വശത്തുള്ള റസൂലുള്ള ഇവിടെ വരാനുള്ള കാരണം, ഈ മല തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് അവിടുത്തെ തന്ത്രമാണ്. നബി തങ്ങളെ ഒരു യാത്രയിൽ അവിടുന്ന് പ്രയോഗിച്ച ഒരു തന്ത്രമാണിത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോകുന്ന ദിവസം അവിടുത്തെ വീട് വളഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾ, ആയുധധാരികളായ 1000ഓളം വരുന്ന ശത്രുക്കൾ നബിയെ പിടിച്ചു കെട്ടാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞിട്ടുണ്ട്. വീട് വളഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവിടുത്തെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനെ ആ വിരിപ്പിൽ കിടത്തി അവിടുന്ന് എന്തായി? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പാതിര നേരത്ത് തന്നെ കൊല്ലാൻ വേണ്ടി ചുറ്റും കൂടിയതായ ശത്രുക്കൾക്കിടയിലേക്ക് ഒരു പിടി മണ്ണ് വാരിയെടുത്തിട്ടു. ആയിരക്കണക്കായ ശത്രുക്കൾ കണ്ണ് കാണാതെ അന്ധരായി. അള്ളാഹുവിൻ്റെ ഹബീബ് അവരെ മുമ്പിലൂടെ അങ്ങനെ നടന്നു പോന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. നടന്ന് സൗറുമലയുടെ തായ് ഭാഗത്തെത്തി. തായ് ഭാഗത്ത് നിന്ന് അങ്ങനെ കയറി രണ്ടുപേരും. അന്ന് ഇതുപോലെ റോഡില്ല. ഇന്നിപ്പോൾ സൗറുമലയിലേക്ക് സ്റ്റെപ്പ്. അന്ന് അതുപോലെ സ്റ്റെപ്പില്ല, പാറയും കുന്നുമായിട്ടുള്ള ഈ സ്ഥലത്തേക്ക് റസൂലുള്ള കയറി. അവിടെ വരെ എത്തിയപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട് പറഞ്ഞു. അപ്പോൾ ചുമൽ വിരിച്ചു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചുമലിൽ ചവിട്ടി റസൂലുള്ള പതിയെ സൗറുമലയുടെ മുകളിലെത്തി കണ്ടതായ ഗുഹയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിങ്ങളെന്താക്കാൻ പാടില്ല, കയറാൻ പാടില്ല, ഞാൻ അങ്ങോട്ട് കടക്കാതെ. അതാണ് റസൂലുള്ളാഹിനോട് കാണിച്ച അദമ്യമായ സ്നേഹം. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇഴജന്തുക്കളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉപദ്രവങ്ങൾ നബി തങ്ങൾ കേൾക്കുകയാണെങ്കിൽ നബിക്ക് കേൾക്കാൻ പാടില്ല. അത് ആർക്ക് പറ്റിയോട്ടെ? എനിക്ക് പറ്റിയോട്ടെ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറട്ടെ നബിയെ, നിങ്ങൾ കയറാൻ പാടില്ല, നിങ്ങൾ പടന്നോളിയാർ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിൻ്റെ മുകളിലേക്ക് കയറുകയാണ്, അതിനുള്ളിലേക്ക് കയറുകയാണ്. ആ ഗുഹക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി നോക്കുമ്പോൾ നിറച്ച് പൊത്തുകൾ. ആ പൊത്തുകളിലേക്ക് തൻ്റെ തുണി എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് ആ പൊത്ത് അടച്ചു. തുണി എടുത്തിട്ട് കീറിയിട്ട് എന്തായി? ആ പൊത്ത് അടച്ചു. ഓരോ പൊത്തും അടച്ചു. കുറേ പൊത്തുണ്ട്. അവസാനം ഒരു പൊത്ത് മാത്രം കാലിയാക്കിയിട്ടു. കാരണം എന്താ? ഈ തുണി കീറിക്കഴിഞ്ഞാൽ ഇനി കീറിയാൽ ഔറത്ത് കാണും. അതുകൊണ്ട് ഒരു ഭാഗം ഒഴിച്ചിട്ടു. കാരണം അവിടെ കാലുകൊണ്ടെങ്കിലും എന്താക്കാം, മറക്കാന്നുള്ളവർക്ക്. അങ്ങനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ എന്തായിക്കോളി, കയറിക്കോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണം കാരണം സിദ്ദീഖുൽ അക്ബറിൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങിപ്പോയി.
ഉറങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അടക്കാത്ത ഭാഗത്തുള്ള ആ പൊത്തിൽ കാല് വെച്ചപ്പോൾ ആ കാലിൽ പാമ്പ് കൊത്തി. ആ വേദന ഇങ്ങനെ കടിച്ചിറക്കി മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കാലിൻ്റെ വേദന ഉണ്ട്, നല്ല വേദന ഉണ്ട്. അപ്പോൾ ആ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് ചാടി. മുഖത്തേക്ക് വെള്ളം ചാടിയപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉണർന്നു. അവിടുന്ന് ചോദിച്ചു, മാതാ യബ്കീക അബൂബക്കർ, അബൂബക്കറെ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എനിക്കൊരു പാമ്പ് കൊത്തിയിട്ടുണ്ട്, എന്നൊരു പാമ്പ് കടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നബി തങ്ങൾ ഉമിനീരെടുത്തിട്ട് പരറ്റി കൊടുത്തു. അപ്പോൾ എന്തായി? ആ വേദന പോയി, വിഷം ഇറങ്ങിപ്പോയി, പാമ്പിൻ്റെ വിഷം ഇറങ്ങി അസഖ്യമായ വേദന ചുരുങ്ങിപ്പോയി. ഇനിയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നേരത്താണ് ശത്രുക്കൾ ആ ഗുഹയുടെ മുകൾ പരപ്പിലെത്തി. ശത്രുക്കൾ ഗുഹാമുഖത്തെത്തി. അവർ ഗുഹാമുഖത്ത് ഇങ്ങനെ റോന്ത് ചുറ്റുകയാണ്. അപ്പോൾ അതിനുള്ളിൽ ആളുണ്ട് എന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം എന്താ? ആ ഗുഹാമുഖത്ത് ഒരു ചിലന്തി വല നെയ്തിട്ടുണ്ട്. ആ ഗുഹാമുഖത്ത് ഒരു പ്രാവ് മുട്ടയിട്ട് ഇങ്ങനെ അടയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അബൂജഹൽ പോലും പറഞ്ഞു, എന്ത്, അതിൻ്റെ ഉള്ളിൽ ആരുമില്ല, മുഹമ്മദും കൂട്ടരും ഇവിടെയില്ല, നമുക്ക് പോകാം. അവർ എളിമ്പ്യരായി മടങ്ങിപ്പോയി. പക്ഷേ ആരതിലുള്ളിലുണ്ട്? അള്ളാഹിൻ്റെ റസൂലും സിദ്ദീഖും അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ അബൂജഹൽ പ്രവൃത്തികളുടെ കാലനക്കം കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബറിന് പേടിയായി. നബിയെ, നമ്മൾ എന്ത് ചെയ്യും? കാരണം ശത്രുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്, ശത്രുക്കൾ ഇതാ നമ്മളെ മുമ്പിലെത്തിയിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് ആര്? മഹാനായ സിദ്ദീഖ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താ? യാ അബൂബക്കർ ലാ തഖഫ് ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മളെപ്പരണ്ട്, പേടിക്കണ്ടാന്ന്. എന്നിട്ട് കൈയിൻ്റെ വിരലിങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിനുള്ളിൽ എന്താ ഉള്ളത് നോക്കിയാൽ ആ വിരലിങ്ങനെ പിടിച്ചിട്ട് റസൂലുള്ളാഹി അങ്ങനെ നോക്കാൻ പറഞ്ഞ ആ വിരൽ കൊടികൾക്കിടയിലൂടെ. അപ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നബിയെ, ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു കടലാണ് പറഞ്ഞു. എന്താണ്? ഒരു കടൽ കാണുന്നുണ്ട്. ആ കടലിൽ എന്താണുള്ളത് നോക്കൂ സിദ്ദീഖേ. ആ കടലിൽ ഒരു കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. ശത്രുക്കൾ ഈ ഭാഗത്തല്ലേ ഉള്ളത്. ഈ സൗറിന് 2 ഗുഹയുണ്ട്, 2 പൊത്തുണ്ട്. ഈ പൊത്തിൽ നിന്ന് അപ്പുറത്തുകൂടെ നമ്മൾ കടലിലേക്ക് എടുത്തു ചാടും, കപ്പലിൽ കയറും, മറുകര പ്രാപിക്കും. അല്ലാഹു തആല നമുക്കൊരുക്കിയതായ സുരക്ഷാ വലയമാണത്. ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കും. ലാ തഖഫ് ഇന്നല്ലാഹ മഅന, അതുകൊണ്ട് പേടിക്കണ്ട അബൂബക്കറെ, അല്ലാഹു നമ്മളോടൊപ്പം, ഞാനും നീയുമാണ് ഇവിടെ ഉള്ളതെങ്കിൽ, ഇദ്ഹുമാ ഫിൽ ഗാർ, നമ്മൾ 2 പേരാണ് ഇവിടെ ഉള്ളതെങ്കിൽ, വല്ലാഹു സാലിസുഹുമാ, മൂന്നാമതായി ഇടപെടുന്നത് ആരാണ്? അള്ളാഹു ആണ് മൂന്നാമതായിട്ട് നമ്മളെ സംരക്ഷിക്കാനുള്ളത് എന്ന ആ ദൈവികമായ തൗഹീദിൻ്റെ സന്ദേശമാണ്. ആ അകത്ത് പെട്ടപ്പോൾ പോലും, ശത്രുക്കൾ ഇങ്ങനെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ, അവിടുത്തെ സന്തത സഹചാരിയായ, അവിടുത്തെ ഏറ്റവും വലിയ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബറിന് നൽകിയ സന്ദേശം എന്താണ്? അത് ലോകത്തിന് വലിയൊരു പാഠമാണ്. എന്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും, ഏതൊരു പ്രയാസമുണ്ടാകുമ്പോഴും, പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും നൈരാശ്യമുണ്ടാകുമ്പോഴും, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു തുണ്ട് കയറെടുത്ത് ജീവനെടുക്കാൻ പാടില്ല. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. ആരുമില്ല, സ്വന്തം ഭർത്താവില്ല, കുടുംബമില്ല, ആരുമില്ല എങ്കിൽ പോലും ഒരു പെണ്ണായാലും ആണായാലും അവൻ്റെ മനസ്സിൽ ആരുണ്ടാവണം? അള്ളാഹു ഉണ്ടാവണം. അതുകൊണ്ട് ഞാനൊരു കടുംകൈക്കോ മറ്റു കാര്യങ്ങൾക്കോ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് തവക്കുൽ, ഫതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, ഫതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഭരമേൽപ്പിക്കുക, അള്ളാഹു മതി. നമുക്കെല്ലാ കാര്യത്തിനും ആര് മതി? 100 കണക്കിന് ശത്രുക്കൾ മലമുകളിൽ എത്തിയിട്ട് പോലും അള്ളാഹിൻ്റെ ഹബീബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. 1000കണക്കായ ശത്രുക്കൾ വീട് വളഞ്ഞിട്ട് പോലും ആ ചെറ്റക്കുടിലിൽ കയറിയിട്ട്, ഇരച്ച് കയറിയിട്ട് അള്ളാഹിൻ്റെ റസൂലിനെ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള ശത്രുക്കൾ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അള്ളാഹു തആല ഏതാളുകളിൽ നിന്ന് നബിയെ അങ്ങേ കാക്കുന്നതാണ്, സംരക്ഷിക്കുന്ന. അതുകൊണ്ട് റസൂലുള്ളാഹി ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു ശത്രുവിൻ്റെ ആയുധത്തിന് കടാരക്ക്, ഒരു ശത്രുവിൻ്റെ കൈകൾക്ക് ഇരയാവാതെ അല്ലാഹു തആല നേരിട്ട് അസ്രായിലിനെ പറഞ്ഞയച്ച് റൂഹിനെ പിടിച്ചു കൊണ്ടുപോയതാ. അതല്ലാതെ ഒരാളുടെ കൊലക്കത്തിക്ക് ആര് വിധേയരായിട്ടില്ല? അല്ലാഹുവിൻ്റെ റസൂൽ വിധേയരായിട്ടില്ല. എന്തുകൊണ്ട്? ഫതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അല്ലാഹുവിൽ തഖ്വ ചെയ്താൽ അല്ലാഹു അവന് രക്ഷ നൽകുന്നു. ആ പാഠമാണ് സൗറുമല നമുക്ക് നൽകുന്നത്. അല്ലാഹു തആല ഹബീബായ നബിയുടെ പാദസ്പർശമേറ്റ മണ്ണിൽ എത്താൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലാഹു നമുക്ക് ആ സൗഭാഗ്യം ലഭിച്ച
അടിമകളിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. ഹബീബായ നബി തങ്ങളെ ആശിക്യങ്ങളിൽ നമ്മളെ ചേർക്കുമാറാവട്ടെ. അവിടുത്തോടൊപ്പം നമുക്ക് സ്വർഗം തരട്ടെ. സിദ്ദീഖുൽ അക്ബറിൻ്റെ സഹാബത്തിൻ്റെ പാതയിലൂടെ അള്ളാഹു നമ്മളെ നടത്തി തരുമാറാവട്ടെ. ബിറഹ്മതി